ഉച്ചയ്ക്ക് നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു പ്ലേറ്റ് ബീഫ് ബിരിയാണി കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അതും നമ്മൾ വീട്ടിലും കൂടെ ഉണ്ടാക്കിയതാണെങ്കിലോ അടിപൊളിയായിരിക്കും അല്ലേ? ഇനി ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് 1 മണിക്കൂർ എടുക്കും, 10 മിനിറ്റ് അല്ല. അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഒരു കുക്കർ എടുക്കണം. എന്നിട്ട് നമ്മുടെ ബീഫ് അതിനകത്തേക്ക് കഴുകി വാരി എടുക്കണം. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ 3 സവാളയും ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് അരിഞ്ഞതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പുതിനയിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മുടെ തൈരും ഇത്രയും നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. അതിന് പകരം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം കരിയാപ്പിലയും പിന്നെ നമ്മുടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ അടിച്ചെടുക്കാം. ഈ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി കൂടെ വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ സവാള മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കഴുകി വാരി വെച്ചേക്കുന്ന ജീരകശാല അരി ഇട്ട് കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പം എപ്പോഴും ജീരകശാല റൈസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിനാകുമ്പം കുറച്ചും കൂടി ഒരു നല്ല ഫ്ലേവറുണ്ട്. അരി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ 4 കപ്പ് അരി എടുത്തതുകൊണ്ട് 6 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് കരിയാപ്പിലയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇനി വേവിക്കാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് ഓൾറെഡി 4 വിസിൽ അടിച്ചായിരുന്നു. ഇപ്പം വിസിലൊക്കെ പോയി നമ്മളിത് തുറന്നു നോക്കേ. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒരു ചെറിയ രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്നാട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ദമ്മും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു മൊത്തം ഒരു 100% വേവും. ഇനി നമുക്ക് വീണ്ടും ബീഫിലേക്ക് വരാം. അപ്പോൾ ഓൾറെഡി വെള്ളമൊക്കെ ഇതായി. ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. വളരെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു പരുവായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ശരിക്കും നമ്മുടെ പരിപാടി. ഇനിയിപ്പം നമ്മൾ ബിരിയാണി ലെയർ ചെയ്തിട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണിത്. അപ്പം പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചോറ് ആദ്യത്തെ ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ഒരു 1/2 പോർഷൻ അരി നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒഴിച്ച വെള്ളമാട്ടോ, അതായത് കുറച്ച് പാലിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് കലക്കിയിട്ട് അതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് സവാള വറുത്ത് കോരിയതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ ഇത് ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എല്ലായിടത്തും ഒന്ന് ആക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള റൈസ് ഉണ്ടല്ലോ അതും കൂടെ ഈ ബീഫിൻ്റെ മണ്ടയിലേക്ക് ഇട്ടങ്ങ് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്തേക്കുന്ന റൈസ് നമ്മളൊന്ന് ലെവലാക്കി എല്ലായിടത്തും ഒന്ന് കറക്റ്റ് ലെവലിലൊന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളം, ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ പാലിനകത്ത് വെച്ചേക്കുന്ന ആ മഞ്ഞപ്പൊടി വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയിലയും കൂടെ അതിൻ്റെ പുറത്തേക്ക് വെതറി കൊടുക്കാം. ഇനി നമ്മുടെ സവാള വറുത്തതും ബാക്കി ഉണ്ടായിരുന്ന സവാള വറുത്തതും പിന്നെ കാഷ്യൂനട്ടും പിന്നെ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും അത് നമ്മുടെ നെയ്യിൽ വറുത്താട്ടോ അതും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ നമ്മുടെ അതിൻ്റെ പുറത്തേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ദമ്മ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ദമ്മ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ നമ്മുടെ തീ ഇടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ നമ്മുടെ റൈസ് പിടിക്കും. ഈ ഒരു 15 മിനിറ്റും കൊണ്ട് നമുക്ക് സാലഡ് പ്രിപ്പയർ ചെയ്യാം, പപ്പടം വറക്കാം, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി എടുക്കുകയും കൂടെ ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും നല്ല ആവി പറക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഇതിൻ്റെ ആ ഒരു നല്ല ഒരു മണവും കൂടെ വരുമ്പോഴത്തേക്കിനും ആരുടെ ആണെങ്കിലും കൺട്രോൾ പോകും. വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ ഇതോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ദം ചെയ്യുന്ന 15 മിനിറ്റും കൂടെ കൂട്ടിയിട്ടാണ് 1 മണിക്കൂറെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്താണേലും പറയണേ.